കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം പോലീസുകാരും SFI കുട്ടികളും തമ്മിലുള്ള തല്ലാണ്. ചില പോലീസുകാർക്ക് യൂണിഫോം അങ്ങോട്ട് അവരുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആരെയും എന്തും ചെയ്യാം എന്നുള്ള ഒരു ഭാവമാണ്. അതേ പ്രവൃത്തിയാണ് ന്യൂ ഇയറിന് കുട്ടികളോട് ഈ പോലീസുകാരൻ ചെയ്തത്. പോലീസുകാർ കുട്ടികളെ അടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവരുടെ കാലിലോ കയ്യിലോ ഒക്കെ ഒരടി കൊടുത്ത് അവരെ ഓടിച്ചു വിടാം. പക്ഷെ അതിന് പകരം അവർ തലയ്ക്കൊക്കെയാണ് അടിക്കുന്നത്. ഈ കുട്ടികൾക്ക് തുടർന്നും ജീവിക്കേണ്ടതല്ലേ? ഇങ്ങനെ തലയ്ക്കടിച്ച് അവർക്ക് എന്തെങ്കിലും മാരകമായ പരിക്കുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതിന് ആരാണ് ഉത്തരവാദി? 1.5 മാസത്തിന് ശേഷം ഈ അടിച്ച പോലീസുകാരന് വശത്തിന് ഈ SFI കുട്ടികൾക്ക് കിട്ടി. അവന്മാരവിടെ ഇട്ട് പോലീസുകാരനെ അടിക്കുകയും ചെയ്തു. ഈ പോലീസുകാരൻ എന്ന് പറയുന്നത് ഒരു തികഞ്ഞ തന്റേടിയാണെന്നുള്ള കാര്യം ആ അടി നടക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 5-6 SFI പിള്ളേരുണ്ടെങ്കിലും ഈ പോലീസുകാരൻ ഒറ്റയ്ക്ക് അവരെ നേരിടുന്നുണ്ട്. അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും പോലീസുകാരൻ ശക്തമായ രീതിയിൽ തന്നെ ആ പയ്യന്മാരെ നേരിടുന്നതായിട്ട് ആ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പോലീസുകാരനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ആ നാട്ടുകാർക്കുമുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ അവിടെ വച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയുന്നത്. ഇദ്ദേഹം ക്രിമിനൽ വാസനയുള്ള ഒരു പോലീസുകാരനാണെന്ന് വളരെ വ്യക്തമായിട്ട് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പോലീസ് സേനയിൽ ഇങ്ങനെ ക്രിമിനലുകൾ കൂടി വരികയാണെങ്കിൽ എങ്ങനെയാണ് ഭരണം നേരെ ചൊവ്വേ നടക്കുന്നത്? ഏതെങ്കിലും ഒരു അവസരം കിട്ടുന്ന സമയത്ത് കുട്ടികളെയൊക്കെ ഇങ്ങനെ അടിച്ച് തല്ലി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടികളല്ലേ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ. അവരല്ലേ രാജ്യത്തെ നിയന്ത്രിക്കുന്നതും നിയന്ത്രിക്കേണ്ടതും. അവരെ നമ്മളിങ്ങനെ അടിച്ചും വെട്ടിയും ഒക്കെ കൊന്നും ഒക്കെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ആരാണ് രാജ്യത്തെ നയിക്കുന്നത്? ഭരണപ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാം കുട്ടികളെയാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും ഒക്കെയാണ് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിലൂടെയാണ് കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വരുന്നതും പിന്നീട് വലിയ നേതാക്കളാവുന്നതുമൊക്കെ ഇവരൊക്കെ തന്നെയാണ്. പോലീസുകാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ ഭരണകൂടത്തിന് തന്നെ അപകടമായി മാറും. ആ പോലീസുകാരൻ ഓടി വന്ന് അടിക്കുന്നത് കണ്ടില്ലേ ആ കുട്ടികളുടെ തലയ്ക്കൊക്കെയാണ് അടിക്കുന്നത്. ഇവർക്ക് പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ വടിയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും എന്തും ചെയ്യാമെന്നുള്ള തോന്നലുകളാണ്. ഒരു പോലീസുകാരൻ കണ്ടില്ലേ മോട്ടിവേഷൻ സ്പീക്കറാണ്. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അദ്ദേഹവും ഇപ്പൊ അകത്താണ്. ഇവന്മാരെ പോലുള്ള ക്രിമിനലുകളെ പോലീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, ഡിസ്മസ് ചെയ്ത് പുറത്തു കളയണം. മേലുദ്യോഗസ്ഥന്മാരുടെ ഓർഡർ അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മേലുദ്യോഗസ്ഥന്മാർ എന്താ ഈ കുട്ടികളെയൊക്കെ തലയ്ക്കടിച്ച് പൊട്ടിച്ചു കളയാൻ അല്ലെങ്കിൽ കാലും കൈയും ഒക്കെ അടിച്ചൊടിക്കാനൊക്കെയാണോ ഇവരോട് പറയുന്നത്? അവരെ നേരിടാനാണ് പറയുന്നത്. നേരിടാൻ പറയുമ്പോൾ അടികൾ കൊടുത്ത് ഓട്ടിക്കുക അല്ലെങ്കിൽ വെള്ളം ചീറ്റി ഓട്ടിക്കുക അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. അതിനു പകരം കുട്ടികൾക്ക് തുടർന്ന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാരകമായ ഉപദ്രവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് നാളെ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കേണ്ടതല്ലേ? അതൊന്നും ചിന്തിക്കാതെ കിട്ടുന്നിടത്തിട്ട് അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത് കുട്ടികളെ ശാരീരികമായിട്ട് അസ്വസ്ഥരാക്കുന്ന രീതിയിലൊക്കെയാണ് ഈ പോലീസുകാരുടെ പ്രവർത്തനം. ഇതുപോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെയൊക്കെ ഡിസ്മിസ് ചെയ്ത് പുറത്തു കളഞ്ഞില്ലെന്നെങ്കിൽ ഭരണകൂടത്തിന് തന്നെയാണ് ഇത് അപകടമായി മാറുക. ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ തത്സമയം തന്നെ ചാനലുകാരും മൊബൈലുകാരും ഒക്കെ പകർത്തി സോഷ്യൽ മീഡിയകളിൽ അത് പ്രചരിക്കുകയാണ്. ആദ്യത്തെ വീഡിയോയിൽ പോലീസുകാരൻ 100% കുറ്റക്കാരൻ തന്നെയാണ്. കാരണം കുട്ടികൾ അവിടെ വെറുതെ നിൽക്കുകയായിരുന്നു. അവരുടെ തലയ്ക്കാണ് ഇവൻ ചെന്ന് അടിക്കുന്നത്. ഇപ്പോഴത്തെ കേസിൽ അയാൾ ഫാമിലിയായിട്ട് ഷോപ്പിംഗ് മാളിൽ പർച്ചേസിങ്ങിന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂണിഫോമിലായിരുന്നില്ല. യൂണിഫോമിലില്ലാത്ത ഒരു വ്യക്തിയെ ഉദ്യോഗത്തിന്റെ ഭാഗമായി ചെയ്ത ആ കുറ്റത്തിന് ഇപ്പൊ ശിക്ഷിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. യൂണിഫോമിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരുടെ അധികാരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്പോൾ മകളിൽ വന്നത് അവർ ഫാമിലിയോടെ പർച്ചേസിങ്ങിന് വന്നതാണ്. ആ സമയത്ത് അവരെ അറ്റാക്ക് ചെയ്തത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. കുട്ടികളെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നതും ശരിയായ രീതിയല്ല.